വർഷം പ്രണയിച്ചു. ഒടുവിൽ വിവാഹം കഴിക്കാനെത്തിയപ്പോൾ കാമുകിയെ കാണാനില്ല. അങ്ങ് പഞ്ചാബിലാണ് സംഭവം നടക്കുന്നത്. 24-കാരനായ ജലന്ധർ സ്വദേശി ദീപക് കുമാർ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മൻപ്രീത് കൗർ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ചാറ്റിങ്ങിലൂടെയും കോളിലൂടെയും ദീപക് കുമാറും മൻപ്രീതും അങ്ങ് അടുത്തു. അങ്ങനെ 3 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ആദ്യം അറിയിച്ചതും ദീപക് തന്നെയാണ്. മൻപ്രീത് ഉടൻ തന്നെ സമ്മതം അറിയിക്കുകയും ചെയ്തു. ഇതോടെ ദീപക് കുമാറിന്റെയും യുവതിയുടെയും അച്ഛനമ്മമാർ ഫോണിലൂടെ സംസാരിക്കുകയും വിവാഹ തീയതി തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹത്തിന് എന്തായാലും 150 പേരെ കൊണ്ടുവരണമെന്ന് ദീപക് കുമാറിനോട് മൻപ്രീതിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയായിരുന്നു. മോഗയിലെ റോസ് ഗാർഡൻ പാലസ് ആണ് വിവാഹ വേദിയെന്നും അവർ അറിയിച്ചു. അങ്ങനെ വിവാഹ ദിനത്തിൽ 150 പേരെയും കൂട്ടി പാട്ടും ഡാൻസുമായി ദീപക് മോഗയിലെത്തി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും റോസ് ഗാർഡൻ കണ്ടുപിടിക്കാൻ ദീപക്കിനും കുടുംബത്തിനും കഴിഞ്ഞില്ല. വഴിയെറിയുന്നതിനായി കാമുകിയെ വിളിച്ചെങ്കിലും ഉടൻ തന്നെ തന്റെ ബന്ധുക്കൾ എത്തുമെന്നാണ് മൻപ്രീത് ദീപക്കിനോട് പറഞ്ഞത്. ഭാവി വധുവിന്റെ വാക്ക് കേട്ട് ദീപക് അവിടെ കാത്തു നിന്നതാകട്ടെ 5 മണിക്കൂറും. ഇതിനിടയിൽ മൻപ്രീതിനെ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടെ പന്തികേട് തോന്നിയ ദീപക് കുമാറും ബന്ധുക്കളും റോസ് ഗാർഡനെ കുറിച്ച് പ്രദേശവാസികളോട് അന്വേഷിച്ചു. എന്നാൽ അങ്ങനെ ഒരു പാലസ് ആ നാട്ടിലേ ഇല്ലെന്നാണ് ലഭിച്ച മറുപടി. ഇതോടെ പറ്റിക്കപ്പെട്ടുവെന്ന് മനസ്സിലായ ദീപക്കും ബന്ധുക്കളും ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഒരു തരത്തിലും അവിശ്വസിക്കാനാകാത്ത തരത്തിലായിരുന്നു യുവതിയുടെയും ബന്ധുക്കളുടെയും പെരുമാറ്റമെന്നാണ് ദീപക് കുമാറിന്റെ പിതാവ് പ്രേംചന്ദിന്റെ അഭിപ്രായം. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തങ്ങൾ നോക്കിക്കോളാമെന്നും അവർ പറഞ്ഞിരുന്നു. വിവാഹവേദി നിശ്ചയിച്ചതും ആളുകളെ ക്ഷണിച്ചതുമെല്ലാം ഫോണിലൂടെയുമായിരുന്നു. വിവാഹം മോഗയിൽ വെച്ചായതിനാൽ എല്ലാം അവർ തന്നെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ സംശയമൊന്നും തോന്നിയില്ല. കല്യാണത്തിനായി 50,000 രൂപയും അവർക്ക് കൈമാറിയതായി പിതാവ് പറയുന്നു. വക്കീലായി ജോലി ചെയ്യുകയാണെന്നും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലാണ് താനെന്നുമാണ് മൻപ്രീത് ദീപകിനോട് പറഞ്ഞിരുന്നത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.